ഹലോ, ഇന്ന് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ്, അതായത് ബേസിക് ഏറ്റവും ഒട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് പോലും, അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും ബേസിക്കായ സ്റ്റെപ്പ് തൊട്ടാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നത്. ദിവസം ഒരു സ്വല്പം നേരം ഇതിനായിട്ടൊന്ന് നമ്മളൊന്ന് ചിലവഴിച്ചാൽ ഇത് ആർക്കൊന്നും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും ഇതിൻ്റെ ഒരു ഫാഷൻ പോകുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒരു ഭംഗി ഇതിപ്പോൾ ഇതല്ലേ, ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് ചെയ്തൊരു ഹാൻഡ് എംബ്രോയിഡറിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ 100 രൂപയായിരുന്നു മീറ്ററിനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ എടുത്താണ്. മീറ്ററിന് 100 രൂപയേ ഉള്ളത്. വെറും കോട്ടൺ കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. എത്ര കുറഞ്ഞൊരു മെറ്റീരിയലാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് ഇത് ആർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് സ്റ്റെപ്പ് തൊട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാവേ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇതിനെ പഠിക്കാനായിട്ട് ഇറങ്ങുന്നവർ ഒത്തിരി സാധനങ്ങളൊന്നും മേടിക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു റിങ്, ഹാൻഡ് എംബ്രോയിഡറി റിങ്, ഇത്തരം ഒരു റിങ്. ഒത്തിരി വലുപ്പം കൂടുതലുള്ളതും വേണ്ട, ഒത്തിരി വലുപ്പം കുറഞ്ഞതും വേണ്ട, തീരെ വലുപ്പം കുറഞ്ഞതും വേണ്ട. ഒരുമാതിരി ഈ ഒരു വലുപ്പം ഇച്ചിരി കൂടുതലാണ്. ഇത്രയും വലുപ്പം വേണമെന്നില്ല. കാരണം നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് ചുരിദാറിനകത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ റെഡിമെയ്ഡ് ഒരു സ്റ്റിച്ച് ചെയ്ത് പ്ലെയിൻ ഒരു ചുരിദാർ മേടിക്കുകയാണെങ്കിൽ അതിനകത്തും വെച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇത്രയും വണ്ണം ഇല്ലാതെ കുറച്ച് ചെറുതാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ അന്നപ്പം വലിയ എംബ്രോയിഡറി ചെയ്യുന്നെങ്കിൽ നീക്കി മാറ്റി വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു റിങ് ആദ്യം വാങ്ങണം. എല്ലാ റിങ്ങിന് ഒരു 2 ലെയറായിട്ടാണ്. വെളിയിലത്തെ ലെയറിന് ഇങ്ങനെ ഒരു സ്ക്രൂ ഒക്കെ ഉള്ളതാണ്. എംബ്രോയിഡറി റിങ് എന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും സ്റ്റിച്ചിങ് സാധനങ്ങൾ കിട്ടുന്ന കടകളിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു റിങ്, നമ്മുടെ ഈ റിങ്ങിൽ എങ്ങനെയാണ് ക്ലോത്ത്, നമ്മുടെ ഈ റിങ്ങിൽ എംബ്രോയിഡറി എംബ്രോയിഡറി ചെയ്യാനുള്ള ക്ലോത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഔട്ടർ റിങ്ങിനാണ് ഇങ്ങനെ ഒരു പിരിയുള്ള, ഔട്ടർ റിങ് അല്ല, നമ്മളുടെ അകത്തെ റിങ് ഇങ്ങനെ നമ്മൾ ഒന്ന് വയ്ക്കുക, ഇങ്ങനെ നമ്മൾ വയ്ക്കുക. പിന്നെ ഇനി എംബ്രോയിഡറി ചെയ്യാൻ ഏത് ഭാഗത്താണോ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം ഇതേപോലെ നമ്മളുടെ ആ ഒരു സർക്കിൾ ഈ വട്ടത്തിനകത്തോട്ട് വയ്ക്കുക. ഈ ഭാഗത്താണ് ചെയ്യേണ്ടതെങ്കിലാണ് ഇങ്ങനെ വയ്ക്കേണ്ടത്. ശേഷം നമ്മുടെ പുറത്തെ റിങ് എടുത്ത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കയറ്റി ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയായി. പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ തുടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രൂവിൽ ഇങ്ങനെ മുറുക്കുക. ഞാൻ നേരത്തെ ചെയ്ത് ഓരോന്നൊക്കെ എൻ്റെ സൈഡിലുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് മുറുക്കുക, ഇങ്ങനെ മുറുക്കിക്കൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ റിങ് ഇവിടെ ടൈറ്റായി. പക്ഷേ ക്ലോത്ത് ടൈറ്റായിട്ടില്ല. ക്ലോത്ത് ടൈറ്റാക്കുന്നത് ഈ അകത്തെ റിങ്ങിൽ നമ്മളൊരു ബലം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വലിക്കുക. ഈ അകത്തെ റിങ് ഊരിപ്പോരാതെ അതിലൊന്ന് നമ്മൾ ഈ ഒരു വിരൽ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി ഇപ്പോൾ ഇതുണ്ടല്ലേ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നു. അതേപോലെ നല്ലതായിട്ട് വലിച്ച് ബലമാക്കി വയ്ക്കണം. നമുക്ക് ഇപ്പോഴും ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഇനിയും ഇത് മുറുക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി. ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല സൗകര്യമാണ്. ഇങ്ങനെ ഇരിക്കുന്നതിൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഉറപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പം അടുത്ത കാര്യങ്ങൾ കാണിക്കാം. ഒരു നീഡിൽ, എംബ്രോയിഡറി നീഡിലുണ്ട്. എംബ്രോയിഡറി നീഡിൽ എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി നീഡിലിൻ്റെ പ്രത്യേകത അതിൻ്റെ ഹോള്, ഇതിൻ്റെ ഈ ഐ എന്ന് പറയും. ഇതിൻ്റെ ഈ ത്രെഡ് കയറ്റുന്ന ഹോളുണ്ടല്ലോ, അതിന് നല്ല നീളവും വണ്ണമായിരിക്കും. സാധാരണ നൂല് കയറ്റുന്ന പോലെയല്ല, കുറേ നൂല് കയറ്റാവുന്ന അത്രയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല വലുപ്പമുള്ള ഒരു നീഡിൽ, എംബ്രോയിഡറി ചെയ്യാനോ ഹാൻഡ് എംബ്രോയിഡറിക്കുള്ള നീഡിൽ എന്ന് ചോദിച്ചാൽ ഇതുകൂട്ട് ഐ വലുതായ നീഡിൽ കിട്ടും. അത്രയും ഒരു നീഡിൽ മേടിക്കാം. നമുക്ക് സൂചി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ത്രെഡ്, നൂല് വേണമല്ലോ. തയ്ക്കണമെങ്കിൽ നൂലില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ നൂലെന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് കൂടിയ നൂലുകളൊന്നും മേടിക്കേണ്ട. ഇതെന്ന് പറഞ്ഞാൽ 10 രൂപയോളം വില, 11 രൂപ എന്നിട്ട് എഴുതിയേക്കുന്നത്. 10 രൂപയോളം വിലയാണ്. ആങ്കറിൻ്റെ ത്രെഡാണ്. നമ്മൾ നല്ല മെറ്റീരിയലിലൊക്കെ ചെയ്യുമ്പോൾ, ഇതിപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് മേടിക്കുന്ന ഈ ഒരു ത്രെഡാണ് നല്ലത്. അതായത് 10 രൂപയ്ക്ക് വരുന്ന ത്രെഡ്. അതാകുമ്പോൾ കളർ പോകുകയില്ല. അതുപോലെ തന്നെ നല്ല ഒരു ഷൈനിങ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അല്ല ഇപ്പം നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഈ ആങ്കർ ത്രെഡിലൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയുള്ള ത്രെഡുകൾ കിട്ടും.
ആങ്കറിൻ്റെ അല്ലാത്ത, അത് കടകളിൽ തന്നെ ചോദിച്ചാൽ കിട്ടും. ഇതിന് വലിയ ഷൈനിങ് ഒന്നുമില്ല. ഇത് പക്ഷേ ഞാൻ അത് നോക്കിയിട്ട് ചില തീരെ വില കുറഞ്ഞതിനൊക്കെ ഇതൊരു 4 രൂപ 5 രൂപ റേഞ്ചിൽ വരുന്നതാണ്. അതിലും വില കുറഞ്ഞ് കിട്ടും. അതിലും വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ കളർ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് പക്ഷേ കളറൊന്നും പോകുന്നില്ല, എന്നാൽ ഒരു ഷൈനിങ് ഒക്കെ കുറവാണേ ഉള്ളൂ. ഇതുകൊണ്ട് വില കുറഞ്ഞ ത്രെഡുകൾ മേടിച്ചാൽ മതി. ആദ്യം പഠിക്കുവാൻ നമ്മൾ കുറേ തവണ ഇങ്ങനെ ചെയ്ത് നമ്മുടെ കൈക്കൊരു സ്പീഡ് ആയി കഴിഞ്ഞിട്ട് ഡ്രസ്സിലൊക്കെ ചെയ്യാം. അല്ലാതെ തന്നെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് സ്പീഡില്ലാതെ 2-3 ദിവസമൊക്കെ കൊണ്ട് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. ഇത്തരം വില കുറഞ്ഞ ത്രെഡുകൾ മേടിക്കാം. അതുപോലെ തന്നെ ഈ ആങ്കറിൻ്റെ തന്നെ ത്രെഡ് ഇതിങ്ങനെ കിട്ടും. ഇതേപോലെ 2-3 ഷെയ്ഡുകൾ വരുന്നതാണ്. ഇങ്ങനത്തെ നമ്മൾ ഫ്ലവേഴ്സോ അങ്ങനെയൊക്കെയൊക്കെ ഇതേപോലെ ഷെയ്ഡുകൾ വരുന്ന വെച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്ലവറാണോ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ അതിനൊരു ഷെയ്ഡിങ് വരും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ചെയ്ത് നമ്മൾ കളറുകൾ മാറി മാറി ചെയ്യുന്നതിലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന് സാധാ 18 രൂപ ആ ഒരു റേഞ്ച് അത്രയൊക്കെ വരുന്നതാണ്. ഇങ്ങനെ കളർ മാറിയുള്ളതിന് വില കൂടുതലാണ് സാധാ ഈ പ്ലെയിൻ ആങ്കർ ത്രെഡിനേക്കാളും. ഇത് ആങ്കർ ത്രെഡ് തന്നെയാണ്. ഇങ്ങനെ ത്രെഡുകൾ പലതരത്തിൽ കിട്ടും. ഈ ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡ് എടുത്താൽ ഈ ത്രെഡിൽ 6 നൂലുകൾ ചേരുന്നതാണ് ഒരു ത്രെഡ്, ഇങ്ങനെ ഒറ്റൊരു ത്രെഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ 6 അരയും കൂടി ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നേർ പകുതിയാക്കി 3 അര ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ 3 അര ചെയ്തേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരുമാതിരി ബേസിക് സ്റ്റിച്ചുകളെല്ലാം 3 അരയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് ക്ലോത്തുകളിലൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ 6 അര ഇട്ട് തന്നെ ചെയ്യാം. പക്ഷേ ആദ്യത്തെ സ്റ്റിച്ചിങ്ങൊക്കെ ഈ 3 അര ഇട്ട് ചെയ്യുന്നത് തന്നെയാണ് ഒരു ഭംഗി. അതിൻ്റെ ഒരു ഇത് കാണുമ്പോഴുള്ളൊരു ഫിനിഷിങ് അത് കാണുമ്പോൾ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ 3 അര ഇട്ട് ചെയ്യുന്നതാണ്. 6 അര ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 6 അരയാണ് വരുന്നത്. ഈ ത്രെഡിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ത്രെഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്യാൻ ഒരു സിസേഴ്സ്, ഒന്നുകിൽ ഇങ്ങനെ ചെറിയൊരു സിസേഴ്സ് അല്ലെങ്കിൽ ത്രെഡ് കട്ടർ ഉണ്ടല്ലോ, ആ ത്രെഡ് കട്ടർ ആയാലും മതി. ഇങ്ങനെ ഒരു സിസേഴ്സ് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് ഒരു സിസേഴ്സ്, ഈ ത്രെഡ്, നീഡിൽ, റിങ്, പിന്നെ നമ്മൾ ചെയ്യാനൊരു ക്ലോത്ത്. ആദ്യമൊന്നും കാശ് കൊടുത്തൊന്നും പ്രത്യേകിച്ചൊന്നും ക്ലോത്ത് മേടിക്കേണ്ട. നമുക്ക് നല്ല കോട്ടൺ ക്ലോത്തിൽ ആദ്യം ചെയ്ത് പഠിക്കുന്നതാണ്. നമ്മളിപ്പം ചെയ്ത് വരുമ്പം പിന്നെ ചെയ്ത് എക്സ്പെർട്ടുകളായി കഴിയുമ്പോൾ എല്ലാ മെറ്റീരിയലിലും ചെയ്യേണ്ടി വരുമെങ്കിലും ആദ്യം നമ്മൾ പഠിക്കുമ്പം കോട്ടൺ ക്ലോത്ത് ഇതുപോലെ എന്തുവരും നല്ല വൈറ്റ് കളറിൽ ഉള്ളതാണല്ലോ, ഏതായാലും കുഴപ്പമില്ല, കോട്ടൺ ക്ലോത്തിൽ ചെയ്ത് പഠിക്കുക. വീട്ടിലൊക്കെയുള്ള പഴയ എന്തെങ്കിലും മുണ്ടോ അതുപോലെയൊക്കെയുള്ള എന്തിൻ്റെയും നല്ല അലക്കി ഒന്ന് പശ മുക്കി നല്ല സ്റ്റിഫാക്കി വെച്ച് ഒരു കോട്ടൺ ക്ലോത്ത് കൂടെ ഉണ്ടെങ്കിൽ അതിലാണ് പൈസ കൊടുത്ത് മേടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം പഠിക്കുമല്ലേ നമ്മൾ. അപ്പം അത്രയും വേണം. പിന്നെ നമുക്ക് ഇനിയിപ്പം എന്തുവാണ് ചെയ്യാനുള്ളത്? നമുക്കൊരു പിക്ചർ വേണം. നമ്മുടെ ക്ലോത്തിലൊരു പിക്ചർ വേണം. ആ പിക്ചർ ചെയ്യാൻ കൈകൊണ്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. നേരിട്ട് പെൻസിൽ കൊണ്ട് ഇതിൽ വരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാവർക്കും വരയ്ക്കാൻ അറിയണമെന്നില്ല. വരയ്ക്കാൻ അറിയാൻ മേലാത്തവർക്കും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മാർഗ്ഗം എന്നാന്ന് ചോദിച്ചാൽ, ഇതേപോലെ പിക്ചർ ബുക്കുകൾ കിട്ടുമല്ലോ, കുട്ടികളുടെയൊക്കെ പിക്ചർ ബുക്കുകൾ, ഇതേപോലെ കിട്ടുന്ന പിക്ചർ ബുക്കുകൾ, അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറിക്ക് മാത്രമായിട്ടുള്ള പിക്ചറുകളുള്ള ഡിസൈനുകളുള്ള ബുക്കുകളും ഒക്കെ കിട്ടും. അതേപോലത്തെ ഒരു ബുക്ക് വാങ്ങിക്കുക. നമുക്ക് ഇപ്പോൾ ഈ ഒരു പടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പടവോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ഇതല്ല ഈ ഒരു അരയന്നം ആക്കാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലെ യെല്ലോ കാർബൺ വാങ്ങാൻ കിട്ടും കടയിൽ. കാരണം നമുക്ക് ബ്ലൂ കാർബൺ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാവരും ബ്ലൂ കാർബൺ ഉപയോഗിക്കുന്നെങ്കിൽ ക്ലോത്തിൽ ആ ബ്ലൂ കാർബൺ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാഷൊക്കെ ചെയ്യേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ ഒരു ബ്ലൂ കാർബണിൻ്റെ ആ ഒരു പടന്ന് വരും. ഈ യെല്ലോ കാർബൺ അങ്ങനെ ഒരു വലിയ കടുത്ത കളർ അല്ലാത്തതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. അപ്പോൾ നമ്മളുടെ ക്ലോത്തിലോട്ട് യെല്ലോ കാർബൺ വയ്ക്കുക. നമുക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടെയാണോ വരേണ്ടത് ആ ഭാഗത്താണ് വെക്കേണ്ടത്. വെച്ച് കഴിഞ്ഞ ശേഷം ഇത് വരയ്ക്കുക. ഇങ്ങനെ ട്രേസ് ചെയ്യുക. ഞാൻ സൈഡിൽ വെച്ച് ട്രേസ് ചെയ്ത് കാണിക്കാം. ഇതുണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടല്ലേ, ഇവിടെ ആ ഒരു യെല്ലോ കളറ് തെളിഞ്ഞു വരും. അങ്ങനെ വരയ്ക്കാം. അല്ല എങ്കിൽ തീരെ ഇതുണ്ടല്ലേ, ഇപ്പം യെല്ലോ കാർബൺ പേപ്പർ ഒന്നും വേണ്ട. തീരെ നൈസ് മെറ്റീരിയലുകളാണെങ്കിൽ ഇതുപോലെയുള്ള കട്ടിയുള്ളതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇത് തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ആകുന്നുണ്ടോ? ഇത് നന്നായിട്ട് തെളിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ നേരിട്ട് മണ്ടയിൽ കൂടെ വരച്ച് വേണമെങ്കിൽ നമുക്ക് ഈ പിക്ചർ എടുക്കാം. അപ്പം കനം കുറഞ്ഞ തുണികൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നുള്ളൂ. കട്ടിയുള്ള, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഇതേപോലെയുള്ളവർക്ക് കട്ടിയുള്ളൊരു മെറ്റീരിയലിൽ നമുക്ക്
ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പിക്ചർ ട്രേസ് ചെയ്തു. പിക്ചർ ട്രേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സൂചി നൂല് ബാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾക്കൊരു ഇൻഡെക്സ് വേണമല്ലോ. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു 10 സ്റ്റിച്ച് പഠിച്ചെങ്കിൽ അത് ഏതൊക്കെയായിരുന്നു നമ്മൾ ഓരോന്നും എടുത്ത് നോക്കാതെ ആ ഒറ്റ ഒരെണ്ണത്തിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചും കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതേന്ന് എടുത്ത് നോക്കിയിട്ട് 10 സ്റ്റിച്ച് നോക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ചതുരത്തിലൊരു ക്ലോത്ത് വെച്ചിരിക്കുക. വൈറ്റ് ക്ലോത്ത് തന്നെ അതിന് കിട്ടുന്ന രീതിയിൽ ഒരു ടവലിൻ്റെ വലുപ്പത്തിൽ ഒരു ക്ലോത്ത് വെച്ചിരിക്കുക. അവിടുത്തെ നമ്മൾ ബേസിക് ആദ്യത്തെ തൊട്ട് തുടങ്ങുന്നത് അതിൻ്റെ ഓരോന്ന് ഇങ്ങനെ ഒരെണ്ണം ഇടുക, അതിൻ്റെ പേരെല്ലാം ആ സൈഡിലോട്ടൊന്ന് എഴുതുക. അങ്ങനെ നമുക്ക് ചെയ്തു വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനധികം വീതി വേണമെന്നില്ല, ഇത്രയും വീതി പോലും വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അത്രയും മതി. ഇത്രയും വീതി വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ നീഡിലെടുത്ത ശേഷം ഞാനിപ്പോൾ കുറഞ്ഞ ത്രെഡ് തന്നെ ആദ്യം എടുക്കുകയാണ്. നീഡിലെടുത്ത ശേഷം ത്രെഡ് എടുക്കുക. ത്രെഡ് എന്ന് പറയുന്നത് ഒത്തിരി നീളത്തിലെടുത്ത് നമ്മളത് ഇങ്ങനെ നീളത്തിലെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പോയാൽ ഇടയ്ക്കൊക്കെ കുരുക്ക് വീഴുകയോ കെട്ട് വീഴുകയോ ഒക്കെ ചെയ്യും. അപ്പം അധികം ഒത്തിരി നീളത്തിൽ എടുത്ത് ബുദ്ധിമുട്ടാതെ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ആദ്യം നമ്മൾ മുറിച്ചതിന് ശേഷം ഇതിൽ നിന്നിപ്പോൾ 3 ഇഴ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. 3 ഇഴ എടുത്ത് ചെയ്യുമ്പോൾ ഇതല്ല, ഇപ്പോൾ ഇത്രയും നൂല് 3 ഇഴ മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സ്റ്റിച്ച് ചെയ്യാനും ഈ അടുത്ത 3 ഇഴ നമുക്ക് ഉപയോഗിക്കാം. ഇതല്ലേ, ഇങ്ങനെ ഞാൻ 3 ഇഴ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെയ്യെ നമ്മൾ ക്ഷമയോടുകൂടി വലിച്ചെടുക്കണം, കുരുങ്ങി പോകാതെ. ആദ്യത്തെ ഈ 3 ഇഴ ഞാനൊന്ന് മാറ്റി വെച്ചേക്കാണ്. അത് അടുത്തതിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ദേ ഈ 3 ഇഴ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. 3 ഇഴ എടുത്തതിന് ശേഷം അടുത്ത ചെയ്യേണ്ടത് വേണം, സൂചിയിൽ ഈ 3 ഇഴ കയറ്റുകയാണ്. 3 ഇഴ ചേർന്നിരുന്നിട്ട് സൂചിയിൽ കയറ്റിയ ശേഷം കുറച്ച് ഭാഗം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സൂചിയിൽ നൂല് കയറ്റുന്നത്. ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒരു കെട്ടിടുക. കെട്ടിട്ടു ആ നൂല് 1-2 കുത്തിട്ടു. കാരണം ഇത് വലിയ ഹോളുള്ള സൂചി ആയതുകൊണ്ട് അതിങ്ങനെ നമ്മൾ തുണിയെ കൂടെ കയറ്റുമ്പോൾ ഒരു വലിയ ഹോൾ ഉണ്ടാകുമല്ലോ അവിടെ. അതിനകത്തൂടെ പോകുകയില്ലാത്ത രീതിയിൽ വേണം, അതിനകത്തൂടെ ഊർന്ന് പോരാത്ത രീതിയിലുള്ള കെട്ട് വേണം. അതുകൊണ്ട് ഒരു 3-4 കെട്ടിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കെട്ടിട്ടു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവുകയാണ്. സ്റ്റിച്ചിങ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു 3-4 ലൈൻ ഇട്ട് വെക്കണം. ഞാനിവിടെ ഓരോരോ ലൈൻ ഇടുകയാണ്. ഈ ലൈനിൽ നമ്മുടെ ഇൻഡെക്സ് ആണ് ആദ്യം. ചെയ്ത് തന്നെ പോകാതെ ലൈൻ ഇട്ടു. ഈ ലൈനിൽ ഇത്രയും മാത്രമേ ഞാൻ ആ സ്റ്റിച്ച് എന്നാന്ന് വെച്ചാൽ അത് ചെയ്യുന്നുള്ളൂ. ഇത്രയും തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് എന്നിട്ട് ഈ ഒരു സ്പേസിൽ അത് ഏത് സ്റ്റിച്ചാണെന്ന് അവിടെ എഴുതിയും കൂടെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് നോക്കി അത് പഠിക്കാൻ പറ്റുമല്ലോ. ഈ 3 ലൈനിൽ ആദ്യമത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതിയത് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എന്തോ ഓടിച്ചു വിടുന്ന സ്റ്റിച്ച്. ഇങ്ങനെ ഓടിപ്പോകുന്നത്. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്ന കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ കെട്ടിടുമല്ലോ, ആ കെട്ടിട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ ഈ നല്ല വശത്തിന് അടിയിൽ എവിടെ തൊട്ടാണോ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ആ പോയിൻ്റ് തൊട്ടാണ് നമ്മൾ സൂചി മുകളിലേക്ക് കയറ്റിയെടുക്കുകയാണ്. അങ്ങനെ മുകളിലോട്ട് കയറ്റിയെടുക്കുമ്പോൾ ഇതുണ്ടല്ലേ, ഈ ഹോളിൽ കൂടെ കടന്നു പോരാത്ത രീതിയിലുള്ള കെട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ കെട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ വന്ന് നിന്നതിന് ശേഷം ഇതുണ്ടല്ലേ, ഇനി ഒരു ചെറിയ സ്വല്പം ഒരു നീളത്തിൽ, ഇത് ഏറ്റവും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റിച്ചിന് ഭംഗിയുള്ളത്. അന്നപ്പം നമ്മൾ ഇങ്ങനൊന്ന് കുത്തി ഇറക്കി വിടുവാണ്. ഒരു സ്വല്പം നീളം കഴിയുമ്പോൾ ഒന്ന് ഇറക്കി വിട്ടു. ഇതുണ്ടല്ലേ, അപ്പോൾ ഇത്രയും നീളത്തിൽ വന്നു. ഇനി ഈ ഒരു നീളമില്ലേ, അത്രയും തന്നെ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അതിനിപ്പുറേ കുത്തിയെടുത്തപ്പം കണ്ടോ, ഈ ത്രെഡ് വന്ന അത്രയും തന്നെ ഗ്യാപ്പും ഉണ്ട്. ശേഷം ഇനി ഈ ഒരു നീളം ഉണ്ടല്ലോ, ആ നീളം തന്നെ ഏകദേശം നമ്മളൊന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കുത്തിയിറക്കുക. അപ്പം കണ്ടില്ലേ, അടുത്ത ഇത് വന്നു. കണ്ടോ, ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്.
പിന്നെ അതേ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അടുത്തെടുക്കുക, സ്റ്റിച്ച് ചെയ്ത് വിടുക. ആദ്യം ഞാനിങ്ങനെ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ 2-3 തവണ ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട ഏത് ആൾക്കാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഇൻഡെക്സിന് മാത്രമാണ് ഈ നമ്മളുടെ ഇൻഡെക്സ് ചെറിയൊരു ഇതിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിതിന് നമ്മുടെ എംബ്രോയ്ഡറി റിങ് ഇടാതെയാണ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി റിങ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആകെ ഒരു ഇത്ര നീളത്തിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇൻഡെക്സിൽ ഞാൻ ഈ എംബ്രോയ്ഡറി റിങ് ഇടാതെ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, നമ്മളുടെ ആ ഒരു ഇനി അടുത്തതായിട്ട് എത്ര നീളം കഴിയുമ്പോഴാണ് സ്റ്റിച്ച് ഇടേണ്ടതെന്നുള്ളത് ആ ഒരു മനസ്സിൽ കാൽക്കുലേറ്റ് കൊണ്ട് നമ്മൾ കുത്തിയെടുക്കുകയും കുത്തി ഇറക്കുകയും ചെയ്യുക. ഇങ്ങനെ കണ്ടില്ലേ, ഈ സൂചിയെ തന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടോ മുന്നോട്ട് ഞാൻ നീട്ടിയെടുക്കുവാണ്. സ്ട്രെയിറ്റിലൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് വിടാം. അല്ലാതെ വളഞ്ഞ ഡിസൈനൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ വളഞ്ഞുള്ള ഭാഗത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരയുണ്ടെങ്കിൽ വരയുടെ പുറത്തൂടെ ചെയ്യാം. നമ്മൾ കുറേയൊക്കെ ആയി കഴിയുമ്പോൾ കണ്ടോ, അപ്പോൾ ഇത്രയും ഒരുമിച്ച് ചെയ്യാൻ പറ്റി. കണ്ടില്ലേ, അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നിലോട്ട് കുത്തിയെടുത്തു. പിന്നെ നമുക്ക് എത്ര സ്റ്റിച്ച് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കഴിഞ്ഞ് കുത്തി ഇറക്കി, പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞു, പിന്നെ കുത്തിയെടുത്തു, പിന്നെ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ നമുക്ക് ഈ സൂചിയുടെ നീളം ഫുള്ള് വേണേലും അങ്ങനെ ചെയ്തുകൊണ്ട് കുത്തി വലിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത്രയും ഇടയിൽ ഞാനിങ്ങനെ കുത്തി ശേഷം ഇങ്ങനെ വലിച്ചെടുത്തു. അപ്പോൾ ഇതല്ലേ, ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പം ഇത് ആദ്യത്തെ സ്റ്റിച്ചാണ്, ഏറ്റവും ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഏറ്റവും ബേസിക് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് മനോഹരമായിട്ടൊക്കെ നമുക്ക് ടീഷർട്ടിലോ സാരിയിൽ പോലും റണ്ണിങ് സ്റ്റിച്ച് വെച്ച് നല്ല നല്ല ഡിസൈനുകൾ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇതെന്ത് തന്നെ ഒരു ഭംഗിയില്ലല്ലോ കാണാൻ, അങ്ങനെ വിചാരിക്കേണ്ട. ഇതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ബേസിക്കായ സ്റ്റിച്ചാണെങ്കിലും ഇതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്കുള്ള ഡിസൈനുകൾ നമുക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പം ചെയ്തപ്പോൾ കണ്ടോ ഒരു ഭംഗിയുണ്ടേ, ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നല്ല ഫ്ലവേഴ്സോ എന്ത് വരച്ചിട്ട് അതിൽ കൂടെ നമുക്ക് ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ ആകം ഒരു ഒരെണ്ണം നിറയെ ആയിട്ട് ഇത് വരയ്ക്കുകയല്ല. നമ്മളിപ്പോൾ ഒരു സംഭവം വരയ്ക്കുന്നതിൻ്റെ ബോർഡറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതായത് അകം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു എംബ്രോയ്ഡറിയുടെ അകം ഫില്ല് ചെയ്യാൻ നമ്മൾ ഒരിക്കലും റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കുകയില്ല. ഒരു വരയ്ക്കുന്നതിൻ്റെ ഒരു ബോർഡർ വരയ്ക്കാനാണ്. മനസ്സിലായില്ലേ? ബോർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനൊരു ഫിഗർ ആണെങ്കിൽ ആ ഫിഗറിൻ്റെ ചുറ്റും വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അതായത് ഇതിനകം ഫുള്ള് ഫില്ല് ചെയ്യാൻ നമ്മൾ ഒരിക്കലും റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഇതൊരു ബോർഡർ സ്റ്റിച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നല്ലൊരു പിക്ചർ സെലക്ട് ചെയ്ത് അതെങ്ങനെയാണ് ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചല്ലോ. വരയ്ക്കാൻ കഴിവുള്ളവർ വരച്ചിട്ട് അതൊന്ന് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് തരും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു പിക്ചർ കാണിക്കാവേ. അപ്പോൾ ഇതുപോലെ ചെയ്തൊരു റണ്ണിങ് സ്റ്റിച്ച് അത് കണ്ടോ, ഒരു കിളി പറന്നു പോകുന്ന പോലെ അതിൻ്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടെ 2 കിളികൾ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ചാണ്. ഇത് എന്ത് സിമ്പിളായിട്ടാണ് കണ്ടില്ലേ, വെറും സിമ്പിളായിട്ട് ആർക്കും നമ്മൾ ഈ ഒരു പിക്ചർ വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രയാസമേ ഉള്ളൂ. ആ വരയ്ക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ചെയ്ത് വിട്ടാൽ ഇതിൻ്റെ ഭംഗിയുണ്ടോ, എന്ത് ഭംഗിയാണെന്ന്. ഇതൊക്കെ നമ്മളുടെ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടിൽ ആ ടീഷർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറിലൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയാവോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒരു 2-3 സ്റ്റിച്ചായാലും ഇന്നും കാണിക്കണമെന്ന് ഓർത്താണ് ഞാൻ വീഡിയോ തുടങ്ങിയത്. പക്ഷേ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോയത് കൊണ്ടാണ് ഈ ഒരു സ്റ്റിച്ചാൽ നിർത്തുന്നത്. അപ്പം ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് അറിയണമല്ലോ ആൾക്കാർക്ക് താല്പര്യമുണ്ടോ ഇത്തരം വീഡിയോ എന്നുള്ളതെന്ന് അറിയാനാണ്. അപ്പം ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ ഉറപ്പ് തരുന്നത് ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ദിവസം ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാഴ്ചക്കകം എന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ വരണം, അന്നപ്പം ആ ഒരാഴ്ച ഒക്കെ മതി. ഡെയിലി പഠിക്കുവാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സ്വല്പ സമയം ഒന്ന് മുടക്കുക. അപ്പം ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.